ഹലോ ഗൈസ്, ഇന്നലെ എടുത്ത വീഡിയോൻ്റെ ബാക്കിയൊന്നും എടുക്കാൻ പറ്റില്ല, കുറച്ച് എടുക്കാൻ പറ്റുള്ളൂ. ഒടുക്കത്തെ തണുപ്പായിരുന്നു. തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഓക്കെ 16-15 ഒക്കെ ഉണ്ടായുള്ളെങ്കിലും ഒടുക്കത്തെ കാറ്റെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ കാറ്റ്. അയ്യോ, ചെവിടൊക്കെ വേദനിച്ച് പോകുന്ന കാറ്റ്. ഞാനാണെങ്കിൽ തൊപ്പി എടുത്തില്ല, ഞാനാണെങ്കിൽ മറ്റേ ജാക്കറ്റ് ഇട്ടിരുന്നത്, മറ്റേതാണെങ്കിൽ തലയിൽ കൂടെ ഇങ്ങനെ ഇടായിരുന്നു. ഒടുക്കത്തെ കാറ്റ് വരുന്നു. പിന്നെ രാവിലെ 8:20 രാത്രി 6:10 വരെ ക്ലാസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഞാൻ ചത്ത പോലെ കട്ടിലുമ്പോൾ കിടന്നല്ലാണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല. സോ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. നല്ല കാറ്റ്, നല്ല തണുപ്പുണ്ടായിരുന്നു. കാറ്റിൻ്റെ സമയം തോന്നുന്നു. സോ ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്. ഇന്ന് എനിക്ക് ക്ലാസ് ഇല്ല. ഞാൻ എഴുന്നേറ്റിട്ടുള്ളൂ, പല്ലുപോലും തേച്ചിട്ടില്ല. പല്ല് തേച്ചില്ലെങ്കിലും ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കരുത്. ലിപ്സ്റ്റിക് അല്ല, ലിപ് ബാം ആണെങ്കിൽ ഇങ്ങനെ ചുണ്ടൊക്കെ പൊട്ടിപ്പോകും. ഒന്നും ചെയ്തിട്ടില്ല, ഉറങ്ങി എഴുന്നേറ്റ് വഴി തന്നെയാണ്. സോ കുറച്ച് ദിവസമായി റൂമൊക്കെ അലങ്കോലമായിട്ടിരിക്കുന്നു. ഞങ്ങൾ ഈ റൂം മാറാമെന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ റൂമൊന്നും കാര്യമായിട്ടൊന്നും പണിയാഞ്ഞത്. ബട്ട് നമ്മൾ ഈ റൂം മാറുന്നില്ല. ഡിസംബർ 24 വരെ ഈ റൂം നമ്മുടെയാണ്, ഈ അപ്പാർട്ട്മെൻറ്റ് നമ്മുടെയാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ വൃത്തിയാക്കണം. ഞാൻ വിചാരിച്ചു ഇന്ന് വൃത്തിയാക്കാമെന്ന്. അപ്പോൾ ഈ ആദ്യത്തെ സെക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഞാൻ സ്പീഡിൽ ഇടുമായിരിക്കും. കാരണം ഞാൻ പാട്ട് വയ്ക്കും. എനിക്ക് 2 ഫോണുണ്ട്. അപ്പോൾ എൻ്റെ മറ്റേ ഫോണിൽ പാട്ട് വയ്ക്കും. കാരണം പാട്ട് കോപ്പിറൈറ്റ് ഇട്ടുമല്ലോ. ഞാനതൊരു ട്യൂൺ ഇട്ടിട്ടിടാം. അപ്പം അത്രയുള്ളൂ ഗൈസ്. ഇന്നലെ നടന്നതിൽ ഇനി പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പറയാനില്ല. ക്ലാസ് തന്നെ ക്ലാസ്, പഠിത്തം തന്നെ പഠിത്തം. പഠിച്ച് മനുഷ്യൻ ചാവാറായി ഗൈസ്. അത്രയുള്ളൂ. ഓക്കെ, ബൈ.
ഹലോ ഗൈസ്, ഞാൻ ക്ലീൻ ആക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പോയി. എനിക്കൊരു ഫോൺ വന്നു, പിന്നെ മെസ്സേജും, പിന്നെ ഭയങ്കര തണുപ്പ് ഇവിടെ, പിന്നെ എൻ്റെ കാലുള്ളിങ്ങിയിട്ട് ഭയങ്കര വേദന ആയതുകൊണ്ട് ഞാൻ കിടന്ന് സുഖമുണ്ടായില്ല. ഇപ്പം പിന്നെ തുടങ്ങിയതിൻ്റെ ബാക്കി ചെയ്യാമെന്ന് ചോദിച്ചു. തണുപ്പായതുകൊണ്ട് ജാക്കറ്റും ഗ്ലൗസും ഒക്കെ ഇട്ടിട്ടുണ്ട്. കാരണം ക്ലീനാക്കാൻ ഇന്ന് ഫ്രീ ഗ്രോസറി കിട്ടുന്ന ദിവസമായിരുന്നു. ഞാൻ ഫ്രീ ഗ്രോസറി കിട്ടാൻ വേണ്ടി കോള് വന്നതാണ്ടാ, ഫ്രീ ഗ്രോസറിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രീ ഗ്രോസറി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രീ ഗ്രോസറിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നേരത്താണ് കാലൊന്ന് ആ സ്റ്റെപ്പിൻ്റെ അവിടെ വെച്ചൊന്ന് ഉളുങ്ങിയത്. പിന്നെ നല്ല വേദന എടുത്തു. ഞാൻ പിന്നെ വിചാരിച്ചു എനിക്കാണെങ്കിൽ കാലുവേദന ഇച്ചിരി ശീലം. ഞാൻ വിചാരിച്ചു വെറുതെ നടന്ന് റിസ്ക് എടുക്കണ്ട, ഗ്രോസറി അല്ലേ അടുത്ത ആഴ്ചയും പോയി വാങ്ങാമല്ലോ എന്ന് കരുതി. അതുകൊണ്ട് ഈ പ്രാവശ്യം പോയില്ല ഗൈസ്. സോറി ഗൈസ്, എനിക്ക് അതിൻ്റെ വീഡിയോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇവിടെ ക്ലീനിങ്ങിൻ്റെ ബാക്കിലേക്ക് കിടക്കാം. അയ്യോ ഗൈസ്, കട്ട് ചെയ്യണമെങ്കിൽ ഗ്ലൗസ് വരും. ഹലോ ഗൈസ്, നിങ്ങൾ കേൾക്കണ്ടാവും ഇന്നലെ ക്ലീൻ ആക്കാന്ന് പറഞ്ഞ് പോയിട്ട് അവിടെ പോയെന്ന്. ഇന്നലെ ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ കാല് ഒടുങ്ങിയിട്ട് അത്യാവശ്യം വേദന ഉണ്ടായിരുന്നു. പിന്നൊരു മൂടങ്ങോട്ട് പോയി. പിന്നെ രാത്രിയായി. പിന്നെ ഫുഡ് ഉണ്ടാക്കി നേരെ കിടന്നുറങ്ങി. ഫുഡ് ഉണ്ടാക്കണം എന്നുള്ളൊരു ടാസ്ക് ആണല്ലോ. ഫുഡ് ഉണ്ടാക്കി നേരെ കിടന്നുറങ്ങി. അതുകൊണ്ട് ക്ലീനിങ് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. എന്നിപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും. എന്നാണ് ഞാനൊന്ന് 11:30 ആയിട്ട് ഒന്ന് തലമുക്കി കുറേ ആലോചിച്ചൊക്കെ ഞാൻ അത്യാവശ്യം ഒന്ന് ക്ലീനാക്കി. കാര്യമായിട്ടൊന്നും അപ്പോഴും ആക്കിയിട്ടില്ല, അത്യാവശ്യം ഒന്ന് ക്ലീനാക്കി. ഇനി വേണം എനിക്ക് കുളിക്കാൻ. തലമാരി അടച്ചാണ്. ഇനി വേണം എനിക്കൊന്ന് കുളിക്കാൻ. തലയിൽ എണ്ണയൊക്കെ തേച്ച് കുളിക്കണം. കാരണം തലയിൽ എണ്ണ തേക്കുന്നതുകൊണ്ടാണ് എൻ്റെ മുടി ഒട്ടും കൊഴിയാത്തത്. ഒട്ടും കൊഴിയാത്തത് വെച്ചാൽ നാട്ടിൽ വെച്ച് എൻ്റെ മുടി അത്യാവശ്യം കൊഴിഞ്ഞിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ എണ്ണയൊക്കെ തേച്ച് തുടങ്ങിയത്. അപ്പോൾ പിന്നെ അത്യാവശ്യം കൊഴിച്ചിട്ട് കാര്യങ്ങളൊക്കെ നിന്നാണ്. ഇപ്പോൾ വീണ്ടും ഇത്രയും തണുപ്പ്, ഇത്ര എഫക്റ്റും എൻ്റെ മുടിക്കുണ്ടായിട്ടും മുടി കൊഴിയുന്നില്ല, കുറവാണ്. സാധാ കൊഴിയുന്ന അത്രേ കൊഴിയുന്നുള്ളൂ. പിന്നെന്താ പറയാനുള്ളത്, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ്. എനിക്ക് എന്തെങ്കിലും വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ഉണ്ടാക്കി തിന്നണം. ഞാനിപ്പോൾ എൻ്റെ റൂം കാണിച്ചു തരാം. റൂം ടൂറായിട്ട് വേണമെങ്കിൽ എടുത്തോ. ഈ 2 ടർക്കീസ് എന്താ അവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുടിച്ചു കഴിഞ്ഞാൽ ഇന്ന് അനവോടെ നമുക്ക് അലമാരിലൊന്നും മടക്കി വയ്ക്കാൻ പറ്റില്ല. ഡ്രയർ വർക്കിംഗ് അല്ല. ഡ്രയർ വർക്കിംഗ് ആവാനായിട്ട് ഇനി പുതിയ ഡ്രയർ സെപ്റ്റംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഒക്ടോബർ 1 ആകുമ്പോഴേക്കും കൊണ്ടുതരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുവരെ എൻ്റെ ടർക്കി ഇവിടെ ഇട്ടേ പറ്റുള്ളൂ, വേറെ വഴിയൊന്നുമില്ല ഗൈസ്. പിന്നെ ഇത് അലക്കാനുള്ളതാണ് പറഞ്ഞല്ലോ. ഡ്രയറും വാഷിംഗ് മെഷീനും വർക്കിംഗ് അല്ല. അത് വരുന്നവരെ അവിടെ കിടക്കില്ല. അത്യാവശ്യം വേണ്ടതൊക്കെ ഞാൻ എടുക്കും. ഇന്ന് ഇപ്പോൾ കുളിക്കാൻ പോകുമ്പോൾ കുറച്ച് എടുത്ത് അലക്കും. ക്ലാസ്സുള്ള ദിവസം ഒന്നും നടക്കില്ല. പിന്നെ എൻ്റെ ഡസ്റ്റ്ബിൻ, ഹീറ്റർ ഇപ്പോൾ ഓണാക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് സമ്മർ സീസണാണ്. അതുകൊണ്ട് അടുത്ത മാസം ഓണാക്കുന്ന കേട്ടത്. ഓണായാൽ മതിയായിട്ട് പണ്ടാറത്താണത്ത് ചവറയുന്നു. ഇതെൻ്റെ ബെഡിൻ്റെ ഇടയിൽ 2 സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെയാണ് എൻ്റെ ഫോൺ ഒക്കെ ചാർജ് ചെയ്യുക. എൻ്റെ ആകെ യൂണിവേഴ്സൽ അഡാപ്റ്റർ ഒരെണ്ണേ ഉള്ളൂ. അതെൻ്റെ അല്ല, അത് ഞാൻ കടം വാങ്ങിച്ചേക്കുന്നത്. ടാഗ് പോലെ കഴിക്കാത്ത എൻ്റെ പെട്ടി. എന്തെങ്കിലും തിരിച്ച് നാട്ടിലേക്ക് ഓടിപ്പോകാൻ തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിട്ട് ഓടാലോ എന്ന് വെച്ച് വെച്ചേക്കും. ഒരു പെട്ടി അവിടെ ഉണ്ട് ഗൈസ്. പിന്നെ ഇവിടെ എൻ്റെ ലാപ്ടോപ്പ് ബാഗ്, എൻ്റെ തൊപ്പി, എൻ്റെ ആൽബം, ദെൻ അതിനകത്ത് കുറച്ച് സൂചി നൂലൊക്കെയാണ്. താഴത്ത് മറ്റേ ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ ചാർജിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഒരു ഹെഡ്സെറ്റ് ഉണ്ട്. പിന്നെ ഒരു ബുക്ക് ഉണ്ട്. ഇതാണ് ഞാൻ എല്ലാ ദിവസവും നോക്കി സമാധാനപ്പെടുന്ന ഫോട്ടോ. ലൈറ്റ് വെറും ആർഭാടത്തിന് വേണ്ടി ഇട്ടതാണ്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ലൈറ്റ് ഓഫ് ചെയ്ത് കാണാൻ കുറച്ചുകൂടെ ഭംഗിയെന്നൊക്കെ. ഇതാണ് എൻ്റെ മേശ, ഇതാണ് എൻ്റെ വെള്ളം. അത്യാവശ്യത്തിന് ഞാൻ തിന്നാൻ വേണ്ടി എനിക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങൾ. ഇതന്നെ എൻ്റെ കസേര. ഈ ബാഗ് എന്താണ് ഇങ്ങനെ കിടത്തിയേക്കുന്നതെന്ന് വിചാരിക്കരുത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ സാധനങ്ങളൊന്നും ഞങ്ങൾ എടുത്ത് മാറ്റിയിട്ടില്ല. പൊടികളൊക്കെ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുക്കണമെങ്കിൽ എന്നുള്ള രീതിയിലാണ് കിടത്തിയിട്ടേക്കുന്നത്. പിന്നെ എൻ്റെ ബാക്കി 2 പെട്ടി. അയ്യോ. പിന്നെ ഇതാണ് എൻ്റെ അലമാര ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. അത്രയൊക്കെ ഉള്ളു ഗൈസ്. ഇതൊക്കെയാണ് എൻ്റെ മുറി. ഷൂ എന്താ ഇവിടെ ഇട്ടേക്കണമെന്ന്
വിചാരിക്കരുത്. ഈ ചെരുപ്പാണ് എൻ്റെ ഈ വീട്ടിലുള്ള ചെരുപ്പിട്ടിട്ട് ഞാൻ 3 പ്രാവശ്യം താഴെ വരെ ഇറങ്ങിപ്പോയിട്ട് തിരിച്ച് കയറി വന്ന് ഈ ഷൂ ഇടാനായിട്ട് കയറി വന്നിട്ടുണ്ട്. കാരണം നമ്മൾ റെഡി ആയി കഴിയുമ്പോൾ നമ്മുടെ കാലിൽ ഒരെണ്ണം ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു ഇതിലങ്ങ് ഇറങ്ങിപ്പോവും. അതുകൊണ്ടാണ് ഇത് ഇവിടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ റെഡ് കളർ കാണുമ്പോൾ ഇത് ഇടണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് ഇട്ടിട്ടേക്കുന്നത്. അത്രേ ഉള്ളൂ ഗൈസ്. ഇന്ന് കാര്യമായിട്ടൊന്നുമില്ല, ഇതൊക്കെ ഉള്ളൂ. എനിക്കറിയാൻ ബോറടിക്കും എന്ന്. എന്നാലും ഒരു റൂം ടൂർ ആയിട്ടിരിക്കട്ടെ ഗൈസ്. ബൈ.